അപ്പോൾ ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയേ. നൈറ്റായി, കണ്ടാൽ തോന്നില്ല നൈറ്റായി, പക്ഷെ നൈറ്റായി. അപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ബസ് കയറാൻ പോവുക. എനിക്ക് ബസ്സും കയറണം, അതുപോലെ തന്നെ ലുവാസൊക്കെ കയറണം. അപ്പോൾ ഒരു രാത്രിത്തെ എൻ്റെ റുട്ടീൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമുക്കൊന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പോയാലോ, കാണാം. എന്നിട്ട് ഞാൻ ബസ് കയറാൻ വേണ്ടി വന്നേ. ദേ ബസ് സ്റ്റോപ്പിലുണ്ട്. അവിടെ കണ്ടോ, അവിടുന്ന് ബസ് വരണം. ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നങ്ങാനും വരുമോ എന്നറിയില്ല. എല്ലാ സമയത്തും ഇവിടെ ലേറ്റാണ് ബസ്. പിന്നെ കണ്ടില്ല, ബാക്കിൽ ഒരാളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അമ്പിളിമാമനെ കണ്ടുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അമ്പിളിമാമനൊക്കെ ഉണ്ട്. ഇപ്പോഴും പുള്ളിക്കാരൻ നൈറ്റാണ് ആക്ച്വലി, പക്ഷെ പുള്ളിക്കാരൻ പോയിട്ടില്ല. എനിക്ക് പണ്ട് നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നറിയില്ല. വീട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണി, മാക്സിമം 7 മണി, 7 മണിയൊക്കെ പോയി നമ്മൾ ഇപ്പോൾ ടൗണിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോവുകയാണെങ്കിൽ 7 മണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് പപ്പ കൂട്ടാൻ വേണ്ടിയിട്ട് വരും ബസ് ഇറങ്ങുന്നിടത്ത്. അതിൽ കൂടുതൽ പോകാൻ സമ്മതിക്കത്തുമില്ല, പോവത്തുമില്ല. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബസ് വരണ്ടോന്ന് നോക്കണ്ടേ, ബസ് മിസ് ചെയ്താൽ പിന്നെ 1 മണിക്കൂർ കഴിയണം. അപ്പോൾ എവിടെയും നമ്മൾ പറഞ്ഞ അപ്പോൾ 7 മണി വരെ മാക്സിമം. അത് കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങത്തില്ല. രാത്രി ഒച്ചപ്പാട് കേട്ടാൽ പോലും നമ്മൾ പുതപ്പിൻ്റെ അടിയിൽ നിന്ന് എണീക്കത്തില്ല. അങ്ങനെയുള്ള ടീംസാണ് ഇപ്പോൾ രാത്രി 10:30 ആയാലും പുറത്തിറങ്ങി അടങ്ങുന്നത്. ഞാൻ വന്ന ടൈമിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര പേടി വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ വിൻ്ററും കൂടിയാണ്. വിൻ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 6 മണിയാകുമ്പോഴത്തേക്കും സൂര്യൻ പോയി. പിന്നെ ഫുള്ള് രാത്രി, അതായത് രാത്രി 12 മണീൻ്റെ ഫീലാണ് ഇവിടെ. ഫുള്ള് ഇരുട്ടായി, ഒരുമാതിരി ഡിപ്രഷൻ ഫീലൊക്കെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ആ ടൈമിൽ ഞാൻ വിചാരിക്കണേ, ഞാൻ നോക്കുമ്പോൾ എല്ലാവരും 11 മണി, 12 മണി, 1 മണിക്കൊക്കെ വർക്ക്, രാത്രി വെളുപ്പിനൊക്കെ വർക്കിന് പോയിട്ട് തിരിച്ചു വരുന്നു. അപ്പം ഞാൻ അല്ലെങ്കിൽ ഇവരെങ്ങനെയാ പോയിട്ട് വരണേ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് തിരിച്ചു പോകണം, എന്നെ കൊണ്ട് ആവില്ല ഇതൊന്നും പറഞ്ഞ് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ ആയപ്പോൾ നമ്മൾ ശീലമായി. പിന്നെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകും രാത്രി ആയാലും. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇടയ്ക്ക് വിളിക്കും കേട്ടോ. കോളിലായിരിക്കും ചില സമയത്ത്. വന്ന ടൈമിലൊക്കെ അങ്ങനെയായിരുന്നു, കോളിൽ തന്നെ ആയിരിക്കും. കാരണം എല്ലാവരും പുതിയതാണ്, എല്ലാവർക്കും നല്ല ടെൻഷനാണ്. കാരണം എല്ലാവർക്കും പല സമയത്താണ് ഇവിടെ ജോലി. പാർട്ട് ടൈം ഒക്കെ ആയതുകൊണ്ട് കറക്റ്റ് ടൈമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലവർക്ക് രാവിലെ ആയിരിക്കും, ചിലവർക്ക് ഉച്ച കഴിഞ്ഞായിരിക്കും, ചിലവർക്ക് രാത്രി ആയിരിക്കും, ചിലർക്ക് വെളുപ്പിനായിരിക്കും. അങ്ങനെയൊക്കെയാണ് ജോബ്. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഫീലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പറയണേ. എനിക്ക് വന്ന ടൈമിൽ നല്ല ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ നല്ല ഡിപ്രഷൻ ഉണ്ടായിരുന്നു. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇറങ്ങി ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു പോയാലോ എന്ന്. നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വാലന്റൈൻസ് ഡേൻ്റെ അന്നാണ്, ഫെബ്രുവരി 14-നാണ് ഇവിടെ എത്തണം. അയ്യോ, അന്ന് ഒരു ദിവസം ഫുള്ള് ഇവിടെ കാറ്റും വന്ന് നല്ല തണുപ്പ്. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ നിന്ന് നേരെ ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഇറ്റ്സ് റിയലി പെയിൻഫുൾ. ഞാൻ വന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഫുൾ ഡിപ്രഷനായിട്ട് ഞാൻ ആദ്യം വിചാരിച്ച് തിരിച്ചു ഈ ഫ്ലൈറ്റിൽ തന്നെ കയറിയാലോ, ഒരു ടിക്കറ്റ് ആരെങ്കിലും എടുത്തു തന്നിരുന്നെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോകും. ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾ ഒരു രാജ്യത്ത് വന്നു, കാശ് മുടക്കി, ഫീസ് അടച്ച്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വന്നു നമ്മൾ വന്നു, ഇനി ഒരു തിരിച്ചു പോക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ നേരമായിട്ട് ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബസ് ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികളും പോകുന്നുണ്ട്. അവിടെ നല്ല രസമാണ്, ലോറിയൊക്കെ വരുന്നുണ്ട്. ഇവിടെയും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്നറിയില്ല, ഭയങ്കര ഭംഗിയാണ് ചില സമയത്ത് ഇവിടുത്തെ ആകാശം കാണാൻ വേണ്ടിയിട്ട്. ഓ, അമ്പിളിമാമൻ അവിടെ തന്നെ ഉണ്ട്, എവിടെയും പോവാതെ. ഇവിടെ കാക്കയുണ്ട് കേട്ടോ. കാക്കയുണ്ടെന്ന് ഞാൻ ഈ അടുത്തറിഞ്ഞത്. വിൻ്റർ ടൈമിൽ ഞാൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ബസ് വരുമ്പോൾ നമ്മൾ നൈറ്റ് ആകുമ്പോൾ ഇവിടെ കാണത്തില്ല. ഇവിടെ അധികം ലൈറ്റൊക്കെ ഉണ്ടെങ്കിലും നമ്മളങ്ങനെ താഴത്തേക്കൊന്നും കാണത്തില്ല. ആ ടൈമിൽ എന്താ ചെയ്യാന്നറിയോ, ഞാൻ എൻ്റെ ഫോണിൻ്റെ ഫ്ലാഷ് അടിക്കും. ഫ്ലാഷ് അടിച്ചിട്ട് ഇവിടെ നിന്ന് കാട്ടി കാണിക്കും. ഈ ട്രെയിൻ പോകുമ്പോൾ മറ്റേ ഇത് കാണിക്കത്തില്ല, ഫ്ലാഗൊക്കെ കാണിക്കത്തില്ല ആൾക്കാർ, അതായത് ട്രെയിൻ നിർത്താനും പോകാനും വേണ്ടിയിട്ടുള്ള. അതേപോലെ ഞാൻ ഇവിടുന്ന് എൻ്റെ ഫോൺ വെച്ചിട്ടാക്കും. പക്ഷേ എല്ലാ ഡ്രൈവേഴ്സും പറയൂ കേട്ടോ, അത് നല്ലൊരു ഐഡിയ ആണ് ആക്ച്വലി. കാരണം നമുക്കിവിടെ കാണത്തില്ല ആളുണ്ടോ ഇല്ലയോ എന്ന്. 2 വട്ടം എന്നെ അങ്ങനെ ആളില്ലാന്ന് വിചാരിച്ച് അവർ നിർത്താതെ പോയി. ഇവിടെ ഒരു പ്രശ്നം, ഈ റൂട്ടിൽ ഈ ഒരു ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ 1 അവർ കഴിയണം അടുത്ത ബസ്, സെയിം ബസ് തന്നെ വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ബസ് കയറണം എന്ന് വിചാരിച്ച്, മിസ് ചെയ്യാതെ നിൽക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ബസ് വരും. മിസ് ചെയ്താൽ പിന്നെ വയ്യ. പിന്നെ എനിക്ക് വേറൊരു ഓപ്ഷൻ, എനിക്ക് പിന്നെ ഒരു 10-15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് പോയിട്ട് ബസ് കയറാം.
അതിലും കുറച്ചും കൂടെ എളുപ്പം ഈ വഴിയാണ്. നമുക്ക് നോക്കാം വരുന്നുണ്ടോ എന്ന്. ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലാരിറ്റി കുറവുണ്ടാവേ. പിന്നെ ഇവിടുത്തെ നമ്മളെങ്ങനെയാണ് ബസ് കയറുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഐ മീൻ ഏത് സമയത്താണ് ബസ് വരണേ, ഏത് ബസ് എപ്പോൾ ഉള്ളത്, ഏത് റൂട്ടിനാണ് പോകണ്ടേ, വേറെ മാറി കയറണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടാണ്. ഇവിടെ എയർപോർട്ട് പറയും, അതായത് നമുക്ക് നമ്മുടെ സ്ഥലത്തിന് സ്ഥലപ്പേരില്ല. അതായത് ഇപ്പോൾ ഒറ്റൊരു വലിയൊരു സ്ഥലത്തിൻ്റെ പേരുണ്ടാവും, പക്ഷെ അത് കുഞ്ഞു കുഞ്ഞു പേരുകൾ ഉണ്ടാവില്ല. അതിന് എയർ കോഡ് ആയിരിക്കും. എല്ലാ സ്ഥലത്തും എയർ കോഡ് ഉണ്ടാവും. ആ എയർ കോഡ് ഇട്ടിട്ടായിരിക്കും നമ്മൾ പോവുക. ഇപ്പം ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഓഫീസിൻ്റെ എയർ കോഡ് ഇട്ട് കഴിഞ്ഞാൽ ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തും. അപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണിക്കും ഏതൊക്കെ ബസ് കയറണം, അല്ലെങ്കിൽ ലുവാസ് കയറണോ, ഒറ്റ ബസ്സിലെത്തുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ പറ്റും. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഇനിയിപ്പോൾ ബസ് ലേറ്റ് ആണോ, അല്ലെങ്കിൽ മുന്നേ പോയോ, മിസ് ചെയ്തോ, അതിപ്പോൾ ക്യാൻസൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് പോലെ തന്നെ വേറൊരു ആപ്പും കൂടി ഉണ്ട്. TFI പറയും, ഇവിടുത്തെ ആപ്പാണ്. അതായത് ബസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് TFI ആപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. കറക്റ്റ് ഈ സമയത്ത് ഇവിടെ ലൈറ്റൊക്കെ വന്നു. 5 ഇപ്പോഴാട്ടോ ഈ ലൈറ്റ് ഇട്ടത്. ഞാൻ ഇത്രയും നേരം ഇവിടെ നിൽക്കുന്നത്, ഞാൻ വിചാരിക്കുന്നു ലൈറ്റ് ഇടാത്തിന്ന്. കാരണം ഇപ്പോഴും മീൻസ് ലൈറ്റ് ഉള്ളതുകൊണ്ട് അവർ ഈ ലൈറ്റ് ഇട്ടില്ല തോന്നണം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന TFI ആപ്പ്, അപ്പോൾ അതിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ബസ് എപ്പോഴാണ് മിസ് ചെയ്തോ, ഇനിയിപ്പോൾ ലേറ്റ്. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ബസ് ലേറ്റ് ആയിരിക്കും. അങ്ങനെ ലേറ്റുള്ള സമയത്ത് നമുക്ക് ലേറ്റായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ലേറ്റ് ഇറങ്ങിയാൽ മതി. ഇപ്പം നേരത്തെ ആണെങ്കിൽ അതിന് മുന്നേ ഇറങ്ങണം. അങ്ങനത്തെ വഴികളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഒരു നമ്പർ ഉണ്ടാകും ആ ഗൂഗിൾ മാപ്പിലും അല്ലെങ്കിൽ TFIയിൽ പറയും ഏത് ബസ് സ്റ്റോപ്പിലാണ്. ബസ് സ്റ്റോപ്പിൻ്റെ നമ്പർ ഉണ്ടാകും. ആ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നാൽ മാത്രമേ നമുക്ക് ആ ബസ് കിട്ടത്തുള്ളൂ. അങ്ങനത്തെ ഒക്കെ കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ കാണുന്ന ഈ പച്ച സാധനങ്ങളില്ലേ, ഈ കാട് പോലത്തെ സാധനങ്ങളില്ലേ, ഞാൻ ഇന്നാള് ബസ് കയറാൻ വേണ്ടി നിന്നപ്പോൾ ഇവിടെ ഒരു കുറുക്കനെ കണ്ടു. ഇവിടെ നിറച്ച് കുറുക്കന്മാരുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലെ ഞാൻ വിചാരിച്ചത് അങ്ങനെയായിരുന്നു കുറുക്കന്മാരുള്ളതെന്ന്. പക്ഷെ ഇവിടെയൊക്കെ നിറച്ച് കുറുക്കന്മാരുണ്ട്. ഒരു ദിവസം ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു എൻ്റെ മേത്തേക്ക് ചാടുമെന്ന്. ഭാഗ്യത്തിന് അത് ഈ വണ്ടീൻ്റെ സൗണ്ട് കേട്ടിട്ട് തിരിച്ചു പോയി. ഇടയ്ക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോകും. പിന്നെ മാക്സോൾ കാണുന്നില്ല നിങ്ങൾ? ആ മാക്സോളിലാണ് നമ്മൾ വിശക്കുമ്പോൾ പോയിട്ട് എന്തെങ്കിലും ചായയോ കടിയോ എന്തെങ്കിലും. ഭയങ്കര റേറ്റ് അവിടെ. പക്ഷേ ഇവിടെ വേറെ ഷോപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബസ് ഒന്നും ലേറ്റാണ്. നല്ല രസമില്ല. എൻ്റെ ബാക്കിൽ നോക്കിയോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നില്ല ഈ വീഡിയോയിൽ ഞാൻ ക്ലിയർ ഉണ്ടാകുമെന്ന്. ഒരുമാതിരി ബ്ലറാവാൻ തുടങ്ങി. നൈറ്റ് ആയില്ല, എന്ത് ചെയ്യാനാ. ബസ് വരിയിരുന്നെങ്കിൽ നമുക്ക് ബസ്സിൽ കയറാമായിരുന്നു. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഭയങ്കര പേടിയും സങ്കടവും ഒക്കെ തോന്നുന്ന ഒരു മൊമെൻ്റ് ഇപ്പോൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അയ്യോ, അത് എന്താ പറയുക, നമ്മളിപ്പോൾ വേറെ നാട്ടിലും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് അത് കേൾക്കുമ്പോൾ. ഫുൾ ടൈം എല്ലാവരും, അതിപ്പോൾ മലയാളിന്ന് മാത്രമല്ല, എല്ലാവരും ഫോണിൽ വെച്ചിട്ട് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പണ്ടൊക്കെ ഈ സിനിമയും ഇതൊക്കെ കാണുകയായിരിക്കും, പക്ഷേ ഇപ്പോൾ ന്യൂസായിരിക്കും ഏറ്റവും കൂടുതൽ. ഞാൻ ഈ ഇറക്കി പിടിക്കണ വേറൊന്നുമല്ലേ, കൈ നല്ല വേദനിക്കുന്നുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റോട്ടിൽ നിന്നിട്ടുള്ള പറച്ചിലുകൾ കുറച്ച് സേഫ് അല്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് സേഫ് അല്ല ചില സമയത്ത്. അങ്ങനെയൊക്കെയാണ് ഇവിടെ. പിന്നെ അവിടെ എന്തൊക്കെയാ വിശേഷം? നിങ്ങളാരും കമൻറ്റുകളൊന്നും ഇടുന്നില്ല, ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. കമൻറ്റുകളൊന്നും കാണുന്നില്ല. എൻ്റെ ലാസ്റ്റത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ എമർജൻസി ആയിട്ടാണ് പോകുന്നത്. അവിടെ വന്നിരിക്കുന്ന എല്ലാവരും എമർജൻസി ആയിട്ടാണ് വന്നവർ. പക്ഷെ അവിടെ ബെഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല നമ്മളൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോവുക. അല്ലെങ്കിൽ അവർ അതിനനുസരിച്ച് വേണം. കാരണം ഫെസിലിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ടാക്സ് പേ ചെയ്യുന്നവരാണ്. നമ്മൾ ഇവിടെ ടാക്സ് പേ ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് അതിനനുസരിച്ചുള്ള ബേസിക്, അതായത് ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹോസ്പിറ്റൽ. എൻ്റെ നാട് ഞാൻ
സ്റ്റിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് അത് പറയാൻ വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ വെച്ചിട്ട് അത് സംഭവിച്ചെങ്കിൽ ചിലപ്പോൾ ഞാൻ പോയി എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു എക്സ്റേ എടുത്ത് എന്നെ തന്നെ എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും. ഓക്കെ, അത് ബോഡിയിലില്ല, അല്ലെങ്കിൽ ആ ബോഡീൻ്റെ പാർട്ടിലുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം, അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഇത് ഞാൻ അനുഭവിച്ച ടെൻഷനും ഞാൻ അനുഭവിച്ചൊരു ചെസ്റ്റ് ഡിസ്കംഫർട്ടും അതൊക്കെയാണ് ഞാൻ അവിടെ പറഞ്ഞത്. അത് ചിലപ്പോൾ ഇവിടെ നല്ല ഫെസിലിറ്റി കിട്ടുന്നവരുണ്ടാകാമായിരിക്കാം, കിട്ടാത്തവരുണ്ടാവാമായിരിക്കാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും എനിക്കറിയാവുന്ന കുറച്ച് പേർക്കൊക്കെ സെയിം സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് സിസ്റ്റം മാറുമോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആകും. കാരണം നാളെ ഇങ്ങനെ ഒന്നും എല്ലാവർക്കും സംഭവിക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ നമുക്കൊന്ന് ടേക്ക് കെയർ ചെയ്യാം നമ്മുടെ ബോഡി, നമ്മുടെ ഹെൽത്ത് ഒന്നും വരാതെ. കാരണം ഇങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് പറയാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഞാനത് ചെയ്തത്. ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പിന്നെ നാട്ടിലും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. മോശമായ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാകാമായിരിക്കാം ഇവിടെ എനിക്കുള്ള പോലെ. പിന്നെ എല്ലാവർക്കും എന്താ പറയുക, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന കാര്യം നടക്കണം എന്ന് വിചാരിച്ചാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. അത് കിട്ടാതെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്സ് വന്നു. കാരണം നാളെ വേറൊരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകും? അതായത് ഇനിയൊരു സിറ്റുവേഷൻ വന്നാൽ എനിക്ക് മടിയായിരിക്കും പോകാൻ ഹോസ്പിറ്റലിൽ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ ആക്ച്വലി ചെയ്തത്. അതെ, ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അവർ പറയാൻ ആഗ്രഹിച്ച കാര്യമായിരുന്നു അതെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ കുറേ നേരമായി ബസ് വെയിറ്റ് ചെയ്യണു, വരുന്നില്ല. ഇന്ന് നല്ല ലേറ്റാണ് ബസ്. ഇതൊക്കെയാണ്, വരുമായിരിക്കും. ഇപ്പോൾ മേ ബി ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ബ്ലോക്കായിരിക്കാം, അതുകൊണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കാം. നമുക്ക് നോക്കാം ബസ് എപ്പോൾ വരുമെന്ന്. എത്ര പെട്ടെന്ന് അവിടുത്തെ ക്ലൈമറ്റ് മാറി നോക്കിയേ. ഇരുട്ടായി ഇങ്ങനെ കാണിക്കും ബസ് വരുമ്പോൾ. ഇപ്പം കാണിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നെ തല്ലും. ബസ് വരുമ്പോൾ ഞാൻ ഈ ഫ്ലാഷ് ലൈറ്റ് കാണിക്കും, അപ്പോൾ ചേട്ടന്മാർ നിർത്തി തരും. എനിക്ക് തോന്നണില്ല ഇന്ന് നല്ല ലേറ്റ്, 1/2 മണിക്കൂർ ലേറ്റ് ആണ് ബസ്. എപ്പോൾ വരുമോ എന്തോ. ഫൈനലി നമ്മുടെ ബസ് വരുന്നുണ്ട്. നമ്മുടെ തൊട്ട് മുന്നേ ആ വരണ സാധനമാണ് നമ്മുടെ ബസ്. നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവസാനം ഞാൻ ബസ്സിൽ കയറിയിരിക്കുന്നു സുഹൃത്തുക്കളെ. എൻ്റെ പൊന്നെ, ഇന്ന് 1/2 മണിക്കൂർ ലേറ്റാണ്. ആകെ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മൾ പോകുന്നത്. ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണം, ഏത് സ്റ്റോപ്പ് എത്തി എന്നൊക്കെ അതിൽ കാണിക്കും കേട്ടോ. അത് ആപ്പിൾ ഗ്രീൻ ആണ്. ആ ഷോപ്പ് 24 hours ഓപ്പൺ ആണ്. ആ ഒരു ഷോപ്പ് മാത്രമാണ് ഇവിടെ 24 hours ഓപ്പൺ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാനിനി കാണിക്കുന്നത് ഇതാണ് ലുവാ സ്റ്റേഷൻ. ഈ സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങണം, എന്നിട്ട് ലുവാ സ്റ്റേഷനിലേക്ക് നടക്കണം. ഇവിടെ വന്നിട്ട് വേണം ലുവാസ് കയറിയിട്ട് നമ്മുടെ വീട്ടിലെത്താൻ. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഞാൻ ഇറങ്ങാനുള്ള സ്റ്റോപ്പാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് ശരിക്കും. ഇത് ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ നിങ്ങളെ കാണിച്ചു തരണമെന്ന്. കാരണം ഞാൻ ഈ ഇറങ്ങുന്ന സ്റ്റോപ്പ് ഇപ്പോൾ ഭയങ്കര ഭംഗിയാണ് രാത്രിയാകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. ഇത് ചില വീടുകളാണ് കേട്ടോ അവിടുത്തെ. പക്ഷേ ആ സ്കൈയിലെ ലൈറ്റും ആ വീടിൻ്റെ ലൈറ്റും കൂടെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. പിന്നെ കണ്ടില്ലേ ആകാശത്ത് ആരാ നിൽക്കുന്നതെന്ന്, എന്തൊരു ഭംഗിയാണെന്നറിയാം ആ സമയത്ത് അവിടെ നിൽക്കാൻ. പക്ഷേ കുറേ ടൈമൊന്നും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ ബസ്സിലിരുന്നപ്പോൾ ഒരു സാധനം കാണിച്ചെന്നില്ല അവിടെ ലുവാ സ്റ്റേഷനിൽ. ഇനി ഇവിടെ നിന്ന് ഒരു 3 minutes ആഞ്ഞ് നടന്ന ഒരു 2 minute, ചില സമയത്തൊക്കെ 1 minute കൊണ്ട് ഞാൻ അവിടെ എത്തുന്നുണ്ട്. ഞാൻ ഇതാണ് ഒട്ടും സേഫ് അല്ലാത്ത സ്ഥലം. ഇവിടുത്തെ ചെറിയ ചെക്കന്മാർ നമ്മുടെ ഫോണൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അപ്പം ഞാനെടുത്ത് ഫോണ് വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം സേഫ് അല്ല, 2-3 പേര് വരുന്നുണ്ട്. അന്ന് താലയിൽ അവിടെ എന്തോ ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നിറച്ച ആൾക്കാരായിരുന്നു, പ്രത്യേകിച്ച് ചെറിയ പിള്ളേരുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് ലുവാ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനെടുത്ത് ഫോണങ്ങ് വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് നല്ല രീതിയിൽ ലേറ്റായിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഓടുകയായിരുന്നു ഞാൻ. രാത്രീൻ്റെ നല്ല പേടിയുള്ളതുകൊണ്ടാണ്, മുഖം കണ്ടാൽ തോന്നില്ലായിരിക്കും അല്ലേ. പിന്നെ നേരെ വീട്ടിലേക്ക് കയറി, അകത്ത് കയറി, റൂമിലേക്ക് കയറി. ആരും വന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഞാനായിരുന്നു ഫസ്റ്റ് എത്തിയത്. റൂമിലെത്തിയ ഫസ്റ്റ് ചെയ്യണ പരിപാടി ജാക്കറ്റ് ഷൂ ഊരി
ഊരിയിട്ട് അങ്ങ് ഫ്രീ ആയി നിൽക്കുക. എൻ്റെ പൊന്നെ, അത് ഊരി കഴിഞ്ഞാൽ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ പറയാൻ പറ്റത്തില്ല. അമ്മാതിരി സന്തോഷമാണ് നമുക്ക് ഷൂ ഊരിയാൽ കിട്ടുന്നത്. കാരണം ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഉച്ച സമയത്ത് ശരിക്കും ഞാൻ വിചാരിക്കും ഇടയ്ക്ക് ചെരുപ്പ് ഇട്ട് ജാക്കറ്റ് ഇടാതെ പോയാലോ എന്ന്. പക്ഷേ രാത്രിയാകുമ്പോൾ ഒടുക്കത്തെ തണുപ്പായിരിക്കും. രാത്രി സമയത്ത് നമുക്ക് ജാക്കറ്റും ഷൂ ഇല്ലാതെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതില്ലാതെയും പറ്റത്തില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. സമ്മറായി കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും ഇപ്പോൾ ചെരുപ്പാട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ജാക്കറ്റൊന്നും പകൽ ഇടലുണ്ടാവില്ല. പകൽ വേണ്ട, പക്ഷേ രാത്രി നമുക്ക് എന്തായാലും ജാക്കറ്റ് വേണം. നല്ല രീതിയിൽ തണുപ്പുണ്ട്. പകൽ ചൂടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമ്മർ ഇവിടെ പകൽ മാത്രമേ ഉള്ളൂ, രാത്രി നല്ല തണുപ്പാണ്. അതിനുശേഷം ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ന്യൂസിൻ്റെ അപ്ഡേറ്റ് നോക്കാമെന്ന്. കാരണം ഞാൻ സാധാരണ ലുവാസിലൊക്കെ ഇരിക്കുമ്പോൾ നോക്കുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ ലുവാസിൽ നിന്ന് ഇരുന്ന് നോക്കാനൊന്നും പറ്റില്ല, നിറച്ച ആൾക്കാരായിരുന്നു. അപ്പം നേരെ വീട്ടിൽ വന്ന് കുറച്ച് നേരം ന്യൂസൊക്കെ കണ്ട് അവസ്ഥയൊക്കെ മനസ്സിലാക്കി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എന്താ ഉള്ളതെന്ന് നേരെ പോയി ഫ്രിഡ്ജിലേക്ക് തുറന്ന് നോക്കി. നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നത് ഇത്രയും ഫുഡ് ഐറ്റംസ് ആണ് ഈ ആഴ്ചത്തേക്കുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ചിക്കൻ കറി വെച്ചതിൻ്റെ ബാലൻസ് ഉണ്ട്. എങ്ങനെ പോയാലും ചിക്കൻ കറി നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ഉണ്ട്, ഇതിൻ്റെ കൂടെ എന്ത് കഴിക്കും എന്നുള്ള ചിന്തയിലാണ് നമ്മുടെ ടോട്ടിയെ കൺമുന്നിൽപ്പെട്ടത്. അപ്പോൾ ടോട്ടി എടുത്തിട്ട് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നേരെ കയറി അടുക്കളയിലേക്ക്. ഇപ്പോൾ വന്ന് കുക്ക് ചെയ്യാനൊക്കെ മടിയാണ്. കുക്ക് ചെയ്യുന്ന സമയത്താട്ടോ ശരിക്കും വീട്ടിൽ കാര്യം ആലോചിക്കണം. അമ്മേ ചായ, അമ്മേ കടി, വിളിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്ന് അങ്ങ് മാറി കിട്ടി. ഇവിടെ പണിയും കഴിഞ്ഞാൽ ഈ ക്ലാസ്സും കഴിഞ്ഞ് വന്ന് നേരെ കുക്കും ചെയ്താലേ കഴിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ബൂജോൺസ് ഉണ്ടായിരുന്നു. ബൂജോൺസ് അല്ലല്ലോ അത്, ഇതല്ലേ ഫില്ലറ്റ് അല്ലേ, ചിക്കൻ ഫില്ലറ്റാണ് അത് നമുക്കുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. അത് ഞാൻ ഓവനിൽ വെച്ച് 2 മിനിറ്റ് ചൂടാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് വെള്ളം കുടിക്കാൻ ചൂടുവെള്ളം ഇല്ല. ഞാനിവിടുത്തെ വെള്ളം ഡയറക്റ്റ് കുടിക്കലില്ല കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഡയറക്റ്റ് കുടിക്കുമ്പോൾ കുറേ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന്. അപ്പോൾ എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചിട്ട് വെള്ളം ചൂടാക്കി അങ്ങ് കുടിക്കും. പൂരി റെഡിയായി, ചിക്കൻ കറി ഉണ്ട്, പിന്നെ നമ്മുടെ ചിക്കൻ ഫില്ലറ്റും ഉണ്ട്. ആഹാ, നല്ല വിശന്നിരിക്കണ കൊണ്ട് തന്നെ ആരെയും നോക്കിയില്ല, ഞാൻ എടുത്ത് ചാടി കയറി അങ്ങ് കഴിക്കാൻ തുടങ്ങി. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് എല്ലാവരും ഡയറക്റ്റ് നമുക്ക് വെള്ളം വരുന്നത് ഫിൽറ്റർ ചെയ്യാതെ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് കിഡ്നീൻ്റെ ഇഷ്യൂസ്, കിഡ്നി സ്റ്റോൺസ് വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് ഉറപ്പില്ല, പക്ഷെ അങ്ങനെ കേൾക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ ചൂടുവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളാണെങ്കിലും താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഡയറക്റ്റ് വെള്ളം കുടിക്കാതെ ഒന്ന് ചൂടാക്കി, അല്ലെങ്കിൽ ഫിൽറ്റർ കിട്ടും, ആ സാധനം വാങ്ങിച്ചിട്ട് അതിൽ ഫിൽറ്റർ ചെയ്തിട്ട് കുടിക്കുക. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വന്ന് നേരെ മുഖമൊക്കെ ഒന്ന് കഴുകി കിടക്കാമെന്ന് വിചാരിച്ച് നേരെ പോയതാണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ കിടക്കണേക്ക് മുന്നേ. ഉച്ചയ്ക്ക് ഇട്ടിട്ട് പോയ പുട്ടിയൊക്കെ ഒന്ന് കളയണ്ടേ, അതിന് വേണ്ടിയിട്ട് ക്ലെൻസർ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ലെൻസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഇപ്പോൾ ചൂടും കൂടി ആയതുകൊണ്ടേ ഉച്ചയ്ക്ക് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കൊണ്ടിട്ടാണ് പോണത്. അതേപടി കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്ലെൻസും ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് മുഖത്തെ പരിപാടികളൊക്കെ രാത്രി ചെയ്യും. നിങ്ങളും അങ്ങനെ ചെയ്യുന്നവരാണോ? ആണെങ്കിൽ എൻ്റെ അടുത്ത് പറയണേ, നിങ്ങളുടെ എങ്ങനെയാണ് റുട്ടീൻ വരുന്നതെന്ന്. ഞാനിങ്ങനെയൊക്കെ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികൾ മാത്രമാണ് ചെയ്യുന്നത്. കാരണം സ്കിന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ സ്കിന്ന് മോശമാവാൻ തുടങ്ങി. വീട്ടിലുള്ളപ്പോൾ ഞാൻ ജസ്റ്റ് മുഖം ഒന്ന് നല്ലോണം ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകും. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ട് കിടന്നുറങ്ങും, വേറെ ഒന്നുമില്ല. ലിപ് ബാം ഇടും. ഇത് രണ്ടും എനിക്ക് ഭയങ്കര നിർബന്ധം. കാരണം എനിക്ക് സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒന്നാമത് എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്. അത്രയും ഞാൻ വീട്ടിലുള്ളപ്പോൾ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളും കുറവായിരുന്നു. ഇവിടെ വന്നിട്ട് സ്കിന്നിൻ്റെ പ്രശ്നവും കൂടി, ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ എണ്ണവും കൂടി, സമയവും കൂടി, മൊത്തത്തിൽ നഷ്ടക്കച്ചവടമാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്ക് നോക്കിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അരമണിക്കൂർ ഞാൻ ഫുഡ് കഴിച്ച് വന്നതിന് ശേഷം എൻ്റെ സ്കിൻ റൂട്ടീനായിരിക്കും. പിന്നെ ഞാൻ എന്തൊക്കെ മുഖത്ത് തേക്കുന്നുണ്ട് അതൊക്കെ എൻ്റെ കഴുത്തിലും ചെവിയിലും ഞാൻ തേച്ചിരിക്കും. ബാക്കി വരുന്നത് കയ്യിലും ഞാൻ തേക്കും. ഒന്നും നമ്മൾ വേസ്റ്റാക്കരുത്. കാരണം മുടിഞ്ഞ റേറ്റാണ് ഇവിടുത്തെ സ്കിൻ കെയർ സാധനങ്ങൾക്ക്. ഇത് കണ്ടിട്ട് ആരും പേടിക്കേണ്ട, എനിക്ക് പ്രാന്തായതല്ല. എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു സ്വഭാവമാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു 2 സെക്കൻഡ് മുഖം ഇങ്ങനെ തട്ടിക്കൊടുക്കുക. എന്താണെന്നറിയില്ല, ഒരു മസാജിൻ്റെ ഒക്കെ ഒരു ഫീലാണ് വരുന്നത്. അതിനുശേഷം അവസാനം ഒരു ലിപ് ബാം, അത് നിർബന്ധമാണല്ലോ. ലിപ് ബാം ഇവിടെ ലിപ്പൊക്കെ പൊട്ടി അങ്ങേ അറ്റെത്തി. അപ്പം ലിപ് ബാം ഏത് സമയം ഇട്ടുകൊണ്ടിരിക്കുക, അതാണ് മെയിൻ പരിപാടി. ഇനി അങ്ങനെ എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി നേരെ പോയി കിടന്ന് ഉറങ്ങണേക്ക് മുന്നേ ഇനി വീണ്ടും പരിപാടിയുണ്ട്. നമ്മൾ യൂട്യൂബ് കണ്ട് അപ്ഡേറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കിടക്കുക. കാരണം 24 hours ലൈവ് പോകുന്നതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതിനുശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടായിരിക്കും ഞാൻ കിടക്കുക. അതെൻ്റെ ഒരു ശീലമായിപ്പോയി. എങ്ങനെയാണെങ്കിലും കിടക്കണേക്ക് മുന്നേ കുറച്ച് വെള്ളം കുടിക്കുക, എന്നിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് കിടന്നുറങ്ങുക. അപ്പുറം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറയുന്നുണ്ട്. അവളെ കാണിച്ചില്ല എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് അലാം വെക്കണമല്ലോ. എപ്പോഴും ഞാൻ
രാവിലെ അലാമൊക്കെ വെച്ചിട്ടാണ് കിടക്കുക. പക്ഷെ രാവിലെ 10 മണിയാവാതെ എണീക്കത്തില്ല എന്നുള്ളൂ. അലാമൊക്കെ 7 മണിക്ക് 8 മണിക്കൊക്കെ അടിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഗുഡ് നൈറ്റ്.